സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. അപ്പോൾ നാളെ പരീക്ഷയുള്ളവർ ഈ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഗുരുശിഖർ ഏത് മലനിരയുടെ ഭാഗമാണ്? ഗുരുശിഖർ ആരവല്ലിയാണ്. ആരവല്ലി മലനിരയുടെ ഭാഗമാണ് ഗുരുശിഖർ. ഏത് സംസ്ഥാനത്തെ ഗോത്ര വിഭാഗമാണ് ഗോണ്ടുകൾ? ഗോണ്ടുകൾ എന്നത് ഏത് സംസ്ഥാനത്തെ ഗോത്ര വിഭാഗമാണ്? ഒഡീഷയിലെയാണ്. ഒഡീഷയിലെ ഗോത്ര വിഭാഗമാണ് ഗോണ്ടുകൾ. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഹിന്ദുസ്ഥാൻ ബാങ്ക് ആണ്. ഹിന്ദുസ്ഥാൻ ബാങ്ക് ആണ് ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക്. ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന രാസപദാർത്ഥം എന്താണ്? ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന രാസപദാർത്ഥമാണ് സൊളാനിൻ. സൊളാനിൻ എന്നതാണ് രാസപദാർത്ഥം. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏതായിരുന്നു? സിംല കരാറാണ്. സിംല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയുമാണ്. എന്തിനെ തുടർന്നാണ്? 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 ഒപ്പുവെച്ച കരാറാണ് സിംല കരാർ. ഒപ്പുവെച്ചത് സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയുമാണ്. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യം ഏതാണ്? മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. അപ്പൊ ദുരവസ്ഥ എന്ന കൃതി ആരുടേതാണ്? കുമാരനാശാന്റേതാണ്. കുമാരനാശാൻ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ചതാണ് ദുരവസ്ഥ എന്ന കാവ്യം. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം എങ്ങനെ അറിയപ്പെടുന്നു? ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇങ്ങനെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അവശിഷ്ട അധികാരം എന്നാണ്. അവശിഷ്ട അധികാരം. 1958 ഒരണ സമരം നടന്നത് എവിടെയാണ്? ഒരണ സമരം നടന്നത് കുട്ടനാട്ടിലാണ്. കുട്ടനാട്ടിലാണ് ഒരണ സമരം നടന്നത്. ഇന്ത്യൻ നോട്ടുകളിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ നോട്ടുകളിൽ എത്ര ഭാഷകളിലാണ്? 17 ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ് ആണ്. ഇപ്പൊ സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ് ആണ് സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. ഏത് പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? നഗോഡകൾ എവിടുത്തെ? നഗോഡകൾ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു. എവിടത്തെയായിരുന്നു? ബംഗാളിലെയാണ്. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത്, ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് എന്താണ്? മീഥേൻ ആണ്. മീഥേൻ ആണ് ചതുപ്പ് വാതകം എന്ന് അറിയപ്പെടുന്നത്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം, സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. എയ്ഡ്സ് ആണ് സ്ലിം ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണെന്ന് കമന്റ് ചെയ്യുക. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ്. അപവർത്തനം. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ്. സിങ്ക്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954 1954 ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ വെൻ ലായുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. വർഷം 1954. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനുസ് ആണ്. മുഹമ്മദ് യൂനുസ്.
ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ആരാണ്? ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ ആണ്. ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡ് ആണ്. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 20 സെക്കൻഡ് ആണ്. അടുത്ത ചോദ്യം, അർജുൻ അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത. അർജുൻ അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയ വനിതയാണ് KC ഏലമ്മ. KC ഏലമ്മ. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവൃത്തി. അടുത്ത ചോദ്യം, ചേന മുറിക്കുമ്പോൾ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ്? ചേന മുറിക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാകാറുണ്ടല്ല, ആ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു കാൽഷ്യം ഓക്സലേറ്റ് ആണ്. കാൽഷ്യം ഓക്സലേറ്റ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ല. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് സി കൃഷ്ണൻ നായരാണ്. സി കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് സി കൃഷ്ണൻ നായരാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ്. അതിർത്തി ഗാന്ധിയോ? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ ആണ്. IK കുമാരൻ മാസ്റ്റർ. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ ഏതാണ്? തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശങ്ങളാണ്. കോൺ കോശങ്ങളാണ് തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശങ്ങളാണ്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശങ്ങൾ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. പെഡോളജി എന്നത് മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പോണ്ടിച്ചേരിയുടെ പിതാവ് ഫ്രാങ്കോയി മാർട്ടിൻ ആണ്. ഫ്രാങ്കോയി മാർട്ടിൻ ആണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്നത് അയഡോപ്സിൻ ആണ്. അയഡോപ്സിൻ ആണ് വിഷ്വൽ വയലറ്റ് എന്ന് അറിയപ്പെടുന്നത്. അയഡോപ്സിൻ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയത് പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ്? 1757 പ്ലാസി യുദ്ധം നടന്നത്. 1757. മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ. മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഏപ്രിൽ 5, 1957. ഏപ്രിൽ 5, 1957 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. പൂർണ്ണാന്തരിക പ്രതിഫലനം. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ള. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണ്. പ്ലാസ്മ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവ് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി പഞ്ചായത്താണ്. ഇടമലക്കുടി. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. കൊച്ചിയുടെ ശ്വാസകോശം മംഗളവനമാണ്. മംഗളവനം. ഒരു ലോഹത്തെ അടിച്ചു പരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷത.
ഒരു ലോഹത്തെ അടിച്ചു പരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. ചെറുകുടൽ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 10ാം പഞ്ചവത്സര പദ്ധതി. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യമാണ്. ശ്രീകാര്യം. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ഏതാണ്? പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ദീപികയാണ്. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത? എൻ്റെ ഗുരുനാഥൻ. എൻ്റെ ഗുരുനാഥൻ എന്നത് ആരുടെ കൃതിയാണ്? വള്ളത്തോളിൻ്റെ കൃതിയാണ്. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത്? എ നേഷൻ ഇൻ മേക്കിംഗ് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. സുരേന്ദ്രനാഥ് ബാനർജി. പുസ്തകത്തിന്റെ പേര് എ നേഷൻ ഇൻ മേക്കിംഗ്. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള നെല്ലാണ്. നെല്ല്. നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം? നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായിട്ട് സഹകരിക്കുന്നത് നോർവേ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ചത് കാനഡയാണ്. ഏതിന്റെ അയിരാണ് ഗലീന? ഗലീന കറുത്തീയത്തിന്റെ അയിരാണ്. കറുത്തീയം. ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നത്? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന രോഗമുണ്ടാക്കുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്. വിറ്റാമിൻ ഡി. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത്? വൈറ്റ് പ്ലേഗ്. ക്ഷയമാണ് വൈറ്റ് പ്ലേഗ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്ന് വിളിക്കുന്ന ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് ഭരണഘടനയിലെ ഭാഗം മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങൾ. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിന്റെ പേര്? കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിന്റെ പേരാണ് പ്രതീക്ഷ. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകം ഹൈഡ്രജൻ. ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനം കാനഡയുടെ മാതൃകയിലാണ്. കാനഡ. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാഥുല ചുരമാണ്. നാഥുല ചുരം. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി ആരാണ്? കൊട്ടിയോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്നത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? നറോറ ആണവ നിലയം ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ് ആണ്. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം. സിന്നബാർ എന്തിന്റെ അയിരാണ്? സിന്നബാർ മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ആകെ നദികൾ? കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44 ആണ്. 44. പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളും കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ്? കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ലാറ്ററൈറ്റ് ആണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. മഞ്ഞളിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു? മഞ്ഞളിന്റെ മഞ്ഞ നിറത്തിന് കാരണം കുർക്കുമിനാണ്. ഹോൺ മുഴക്കുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ഹോൺ ശബ്ദത്തിന്റെ ഉച്ചത കൂടുന്നതായിട്ടും അത് കടന്നുപോയി കഴിയുമ്പോൾ ഉച്ചത കുറയുന്നതായിട്ടും അനുഭവപ്പെടുന്നതിന് കാരണം ഡോപ്ലർ ഇഫക്റ്റ് ആണ്. ഡോപ്ലർ ഇഫക്റ്റ്. വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്?
പ്രസിദ്ധീകരണത്തിന്റെ പേര് വിദ്യാലയം. ആരംഭിച്ചത് മൂർക്കോത്ത് കുമാരനാണ്. മൂർക്കോത്ത് കുമാരൻ. ജാതി നാശിനി സഭ സ്ഥാപിച്ചതാരാണ്? ജാതി നാശിനി സഭ സ്വാമി ആനന്ദ തീർത്ഥനാണ്. സ്വാമി ആനന്ദ തീർത്ഥൻ. ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്? ആശാ മേനോൻ. കെ ശ്രീകുമാറാണ്. കെ ശ്രീകുമാറാണ് ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം. ബ്രഹ്മസമാജ സ്ഥാപകൻ? ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല? പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാടാണ്. പാലക്കാട്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്? കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു? പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ലൈക്കോപ്പീൻ. വർണ്ണവസ്തുവിന്റെ പേര് ലൈക്കോപ്പീൻ. കാർഗിൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? കാർഗിൽ യുദ്ധം നടന്നത് 1999 1999 കാർഗിൽ യുദ്ധം നടന്നത്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ്? സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നത് വികിരണമാണ്. വികിരണം. പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം? പ്രസാർ ഭാരതി നിലവിൽ വന്നത് 1997 1997. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം? ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ 2. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? 18 വയസ്സാണ്. 18 വയസ്സ്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയം. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയ? അന്തരീക്ഷ നൈട്രജനെ എന്താക്കിയാണ് മാറ്റുന്നത്? നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ബാക്ടീരിയ ഏതാണ്? റൈസോബിയം ആണ്. റൈസോബിയം. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയിലാണ്. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം? ഡാമിലെ ജലത്തിൽ ഉൾക്കൊള്ളുന്നത് സ്ഥിതികോർജമാണ്. സ്ഥിതികോർജം. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കലാണ്. തൃശ്ശൂർ ജില്ലയിലെ പുഴയ്ക്കലാണ് കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ഏതാണ്? അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 km/s ആണ്. 11.2 km/s. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഇന്ത്യയുടെ ഹൃദയം മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ്. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം? മുനിയറകൾക്ക് പ്രസിദ്ധമായത് മറയൂറാണ്. മറയൂർ. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ഹിന്ദ് സ്വരാജ്. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ത്വക്കിനെക്കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് 1885. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ്? രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കൾ. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്താണ്? ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ. പുൽത്തൊമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന പ്രവർത്തനമാണ് ഗട്ടേഷൻ.
പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം ഗട്ടേഷൻ. 1857 കലാപത്തിന് ബറൌട്ടിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഷാമാലാണ്. ഷാമാൽ എവിടെയാണ് നേതൃത്വം നൽകിയത്? ബറൌട്ടിലാണ്. അവസാനത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. ഇത്രയും ചോദ്യങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്